നിങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ സ്ട്രേഞ്ച് ആണ്. കാരണം അപ്രതീക്ഷിതമായി വന്ന പരിശീലകന്റെ പോസ്റ്റിന് താഴെ പ്രതീക്ഷകളോടെ ആദ്യം തന്നെ കമന്റുകൾ എഴുതും. പിന്നെ പതുക്കെ അയാളുടെ മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ച് നിരാശരാകും. വിഷമിക്കേണ്ട, ചിലപ്പോൾ ഈ പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ചിനേക്കാൾ നിങ്ങൾക്കേറെ പ്രിയങ്കരനായേക്കാം. ശുഭദിനം. അതങ്ങനെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു നേട്ടമല്ല. കാരണം ഇവിടത്തുകാരുടെ ഹൃദയം കീഴടക്കാൻ പോകുന്ന എന്തോ ഒരു മാജിക് അത് അയാളുടെ കയ്യിൽ മാത്രമായിട്ടുണ്ടായിരുന്നു. വിജയങ്ങൾ വരണ്ട മണ്ണിൽ അയാൾ പ്രതീക്ഷകൾ പാകി. കുറുഞ്ചിറകിനിൽ പെരുമലയിനയേ നേറ്റിനാ സുരുങ്കിടും വാനെ കാട്ടിനായി. ആരും ശബ്ദമുയർത്താത്തിടത്ത്, ഒരിക്കലും മാറ്റം വരാത്തിടത്ത് അയാൾ ശക്തമായി പ്രതികരിച്ചു. എറുമ്പുകൾ നസുങ്കും പോതിലും ഉയരുടൻ തത്തിപ്പോകുതേ, ഹൃദയം നൊരുങ്ങും പോതിലോ ഉയരനെ വിട്ടു പോകുതേ. തോൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരല്ല നമ്മളെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ അയാൾ ഞങ്ങളെ ഒരുപാട് സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആശാനായി. ഈ പുതിയ പരിശീലകൻ മുൻപ് എന്തായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അയാളുടെ പേരിൽ മിഖായേൽ എന്ന് കണ്ടു. പ്രതീക്ഷയറ്റ ഒരു വലിയ ജനക്കൂട്ടത്തെ രക്ഷിക്കാൻ വന്ന മാലാഖയാണ് അയാളെന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ റൂമേഴ്സുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ISL ചരിത്രത്തിൽ ആദ്യമായി സ്വീഡനിൽ നിന്ന് ഒരു പരിശീലകൻ വന്നിരിക്കുന്നു. 2 വർഷ കരാറിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖെയിൽ സ്റ്റാറെ ഒപ്പുവെച്ചു. സോ വലിയ ചരിത്രങ്ങളിലേക്കൊന്നും പോകണ്ട, എന്താ പുള്ളിയുടെ പാടി എന്ന് ബേസിക് ആയിട്ട് അറിയാൻ വേണ്ടി വന്നവർക്ക് വേണ്ടി പറയാം. മുൻകാല റെക്കോർഡ്സ് എല്ലാം കണ്ണു തള്ളിപ്പിക്കുന്ന ഒന്നല്ല. ഒരു ആവറേജ് മാനേജറിയൽ കരിയർ മാത്രമാണ് മിഖെയിൽ സ്റ്റാറേക്കുള്ളത്. മുൻപ് അദ്ദേഹം സ്വീഡിഷ് കപ്പും സ്വീഡിഷ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ നേടിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞൊരു 12 വർഷമായിട്ട് പുള്ളിക്ക് കിരീടങ്ങളൊന്നുമില്ല. ഓവറോൾ പരിശോധിക്കുമ്പോൾ മിഖായേൽ ഒരു മോസ്റ്റ് ഹൈപ്ഡ് സൈനിങ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അയ്യോ, അപ്പൊ മോശം സൈനിങ് നടത്തിയേ, പുതിയ കോച്ച് കൊള്ളൂലേ എന്ന് പറയുന്നവർ ചിലപ്പോൾ സിനദീൻ സിദാനെയൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തിരുത്താൻ പോകുന്നത് ശരിയല്ല. ഇനി മറ്റൊരു കാര്യം കൂടെ, കഴിഞ്ഞ 3 സീസണിലെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് കോച്ചായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ചിനെ അതിന് മുൻപ് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. കേവലം 3 ക്ലബ്ബുകളിൽ മാത്രം മുഖ്യ പരിശീലകനായിട്ട് ചുമതലയേറ്റ എക്സ്പീരിയൻസുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതും വളരെ ഒരു ലോ പ്രൊഫൈൽ സൈനിങ് തന്നെയായിരുന്നു. ആൻഡ് ദെൻ മിഖെയിൽ സ്റ്റാറെ പറ്റി ഒന്നുകൂടെ ഡീറ്റെയിൽ ചെയ്യാം. ഓൾമോസ്റ്റ് 17 years ഓഫ് കോച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകൻ തന്നെയാണ് മിഖായേൽ. സ്വീഡൻ, ഗ്രീസ്, USA, ചൈന, തായ്ലൻഡ്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളിലെ ക്ലബ്ബുകളെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. 2009 ലേക്ക് എന്ന് പറയുന്ന സ്വീഡിഷ് ക്ലബ്ബുമായിട്ടാണ് അദ്ദേഹം തന്റെ ഹെഡ് കോച്ച് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ആ ക്ലബിന് വേണ്ടി അദ്ദേഹം 3 കിരീടങ്ങളും നേടിയിട്ടുണ്ട്. പിന്നെ മേജർ ലീഗ് സോക്കർ കളിക്കുന്ന സാൻജോസ് എർത്ത്ക്വേക്സ് എന്ന് പറയുന്ന ക്ലബിനെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ മാനേജറിയൽ സ്റ്റാറ്റിക്സിലെ ഒരു മികച്ച മാർക്ക് തന്നെയാണ്. പക്ഷേ അന്ന് അവിടെ ആ സീസൺ അവസാനിച്ചപ്പോൾ റിസൾട്ടിന്റെ കാര്യത്തിൽ ആ ക്ലബ്ബ് അവിടെ വലിയൊരു ദുരന്തമായി മാറി. അവസാനമായി തായ് ക്ലബ്ബായ ഉത്തായ് താനിയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചത്. പക്ഷെ അതും ടേബിളിന്റെ ഒരു മിഡിലാണ് നിൽക്കുന്നത്. സീസൺ മുഴുവനായിട്ട് തീരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അവരുമായിട്ട് വേർപിരിഞ്ഞു. മെയിൻലി ഉത്തായ് താനി എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി കൂടുതലായിട്ടും 3-4-3 എന്ന് പറയുന്ന ഫോർമേഷനാണ് അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഓൾസോ അദ്ദേഹം 4-4-2 എന്ന് പറയുന്ന ഫോർമേഷൻ യൂസ് ചെയ്യും എന്നുള്ളതൊക്കെ എവിടെയൊക്കെ വായിച്ചു. പക്ഷേ കൂടുതലായിട്ടും റീസെന്റ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് 3-4-3 എന്ന് പറയുന്ന ഫോർമേഷൻ തന്നെയാണ്. ISLലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അത് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടു ശീലിച്ച ഒരു ഫോർമേഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് പ്ലെയേഴ്സിന് വന്ന് അഡാപ്റ്റ് ആവാൻ കുറച്ച് സമയമെടുക്കും. ആൻഡ് ഇതൊക്കെ വെറും അസംഷൻ മാത്രമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പുള്ളി വന്നിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. However, കോമ്പിനേഷൻ ഓഫ് സക്സസ് ആൻഡ് ഫെയിലിയറുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇനി എന്ത് സംഭവിക്കും, എന്തൊക്കെ മാറ്റം വരും, ആരൊക്കെ ഇനി ക്ലബിലേക്ക് വരും, ആരൊക്കെ ഇവിടെ നിന്ന് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതുവരെ കാത്തിരിക്കാം. ഇഷ്ടപ്പെടുക തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കേണ്ടത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോസ് കൊണ്ടുവരും.